ഹായ് ഓൾ, എവർക്കും ശുഭോഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും തോറ്റു പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ ഉണ്ടാവാം, കൈവിട്ടു പോയി വിഷാദം പോലുള്ള കാര്യങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവാം അല്ലേ. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഏത് രീതിയിൽ മുന്നോട്ട് ഉയർന്നു വരണം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട്, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട്, ഫിനാൻഷ്യലി, ആരോഗ്യപരമായിട്ട് ഒക്കെ നമുക്കിനി ഒന്നുമില്ല, പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും പലപ്പോഴും അല്ലേ. അപ്പോൾ പലപ്പോഴും നമുക്ക് ആഗ്രഹത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആഗ്രഹം എന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ ഇനി ആഗ്രഹിക്കണോ പ്രതീക്ഷിക്കണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയുണ്ടാവും. അവിടെ നമ്മൾ പതിയെ വിഷാദം നമ്മളെ കീഴ്പ്പെടുത്തി തുടങ്ങുകയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ജീവിതത്തിലൊരു ലക്ഷ്യം വേണം, പ്രതീക്ഷ വേണം, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം വേണം. ഓക്കെ. അപ്പം നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ നമുക്ക് തരുന്ന ഉപദേശങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ടും. ആ ഒരു സമയത്ത് നമ്മളായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സെൽഫ് ലവ് ആൻഡ് സെൽഫ് കമ്പാഷനാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് എങ്ങനെ സെൽഫ് ലവ് ഉണ്ടാവും, ചിന്തിച്ചിട്ടില്ലേ? അവിടെ നമുക്ക് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാം. നമ്മുടെ തന്നെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമുക്ക് സ്വയം മാറാൻ സാധിക്കും. ഇനി ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടിൽ നിന്ന്, ആ ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ആവശ്യമാണ് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം അനുവദിച്ചു കൊടുക്കുക. ഓക്കെ. കാരണം നമ്മൾ ഒരുപാട് സ്ട്രെസ്സിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിലൊരു ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പരാജയത്തിൽ മാത്രമേ എത്തുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച് സമയമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സങ്കല്പം എടുക്കാം. കുറച്ച് സമയം നമുക്ക് അനുവദിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്ര സമയം വേണ്ടി വരും, ഏകദേശം നമ്മളൊരു ധാരണ ഉണ്ടാക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ബ്രീത്തിങ്. ഓക്കെ. അപ്പം രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ നമ്മൾ നന്ദി പറയാൻ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയുക. അന്നത്തെ ദിവസം തന്നതിന് ദൈവത്തിന് നന്ദി പറയുക. ഓക്കെ. ദെൻ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡീപ്പ് ബ്രീത്തിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ദീർഘശ്വാസം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനും എല്ലാം നമ്മളൊന്ന് ഒരു നിമിഷം ഒന്ന് നിർത്തി വെറുതെ ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ അമിതഭാരം അല്ലെങ്കിൽ ഓവർവെൽമിംഗ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് പതിയെ നമ്മളൊന്ന് റിലീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാവും. കാരണം നിങ്ങളൊരു 5 or 10 പ്രാവശ്യം ഡീപ്പ് ബ്രീത്തിങ് ചെയ്തിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമ്മൾ കോൺഷ്യസ് ബ്രീത്തിങ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, പതിയെ നമുക്ക് എന്തോ ഒരു പുതിയ എനർജി വരാനുണ്ടെന്നുള്ളൊരു പുതിയ പ്രതീക്ഷ നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് ഇതുപോലെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയ സിറ്റുവേഷൻസിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കോൺഷ്യസ് ബ്രീത്തിങ് ആയിരുന്നു കേട്ടോ. മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രചോദനം തന്ന ഒരു കാര്യമാണിത്. സോ എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു. ഒരു പ്രാവശ്യം ഓക്കെ ആയെന്ന് തോന്നും, പിന്നെയും ഞാൻ ഡൗൺ ആയി പോയിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം ഞാനിത് റിപ്പീറ്റഡായിട്ട് താഴെ വീണ് പോകുമ്പോഴും ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറിയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായത്. സോ നിങ്ങൾക്കും സാധിക്കും ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഇതുപോലെ എവിടെ പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇനി ആരോട് സംസാരിക്കണം, ആർക്കെന്നെ രക്ഷപ്പെടുത്താൻ പറ്റും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ സിറ്റുവേഷൻസിൽ സ്വന്തം അവനവനോട് ഒന്ന് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. ഇൻ കേസ് നിങ്ങൾക്ക് സ്വയം പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ദീർഘശ്വാസം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത് വഴി നമ്മുടെ ചിന്തകളുടെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം ഒരുപാട് ചിന്തകളും ആശങ്കകളും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റിയും, കാരണം ഒരുപാട് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് വല്ലാത്ത രീതിയിൽ ടെൻഷനായി പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് ചെയ്യുന്നത് വഴി ഒന്ന് പോസ് ചെയ്യാനും മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും.
ഇത് ഒരു റീസെറ്റ് ബട്ടൺ അമർത്തുന്ന പോലെയാണ് ഈ കോൺഷ്യസ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയം സമയം നൽകുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇപ്പോൾ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിൽ ഒരു ആത്മപരിശോധന, ഇതാണ് ചിന്തിക്കാൻ സമയം നൽകുന്നതെന്ന് പറയുന്നത്. ചിന്തിച്ച് കാട് കയറി പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒരു ആത്മപരിശോധന. എന്തായിരുന്നു എൻ്റെ അവസ്ഥ, എൻ്റെ ജീവിതത്തിലെ മിക്കവാറും ഇത്രയും സിറ്റുവേഷനിൽ ഇത്രയും കാലം എന്തായിരുന്നു, അങ്ങനെ ചോദ്യം ചെയ്യാം. സ്വയം അവനവനോട് ചോദിക്കുക, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, പുതിയ അവസരങ്ങൾ നമുക്ക് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ കറക്റ്റ് പാതയിലാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് കൺഫ്യൂഷനായിട്ട് പോയേക്കാം. പലപ്പോഴും ഞാനും ഇതുപോലെ കൺഫ്യൂഷനായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളോടൊരു അലൈൻമെൻറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും പതിയെ. ഓക്കെ, അപ്പോൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക. ഈ സമയത്താണ് നിങ്ങൾക്ക് ജേർണലിംഗ് ഒക്കെ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിന്തകൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പും ഓരോ ബേബി സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം വേണമല്ലോ, അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ ചുവടും നിങ്ങൾ എടുത്ത് വയ്ക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നിയേക്കാം, അയ്യോ പെട്ടെന്ന് റെഡി ആവാത്തത്, എന്താ ഇത് മാറാത്തത്, എന്താ ഇത് ശരിയാവാത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാവേ ഉള്ളൂ. അപ്പോൾ വളരെ പതിയെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനാണ് ജേർണലിംഗ് ഇവിടെയും നമുക്ക് ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ സ്റ്റെപ്പ് നമ്മൾ അതിൽ എഴുതി വെക്കാം. ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഒരാഴ്ചയിലെ പ്ലാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അന്നത്തെ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ബോധവാനാവുക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളോടൊരു താല്പര്യം വർദ്ധിക്കും. നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് പതിയെ വരും. കാരണം വീണു പോകാൻ എളുപ്പമാണ്, അതിന് കയറി വരാനാണ് ബുദ്ധിമുട്ട്, അല്ലേ? അപ്പോൾ വീണ് പോയിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് എന്നെ ആരും സഹായിക്കുന്നില്ല, എനിക്ക് കയറി വരാൻ പറ്റുന്നില്ല, അവരാണ് ഞാൻ വീണ് പോകാൻ വേണ്ടിയിട്ട് കാരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പഴിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് അത്രയല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ കരഞ്ഞും വിഷമിച്ചും സങ്കടപ്പെട്ടും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതം അങ്ങ് പോകും, അല്ലേ? പിന്നെ ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും നമ്മൾ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ പഠിച്ച പാഠങ്ങൾ മറക്കാതിരിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലായത്, വീണ്ടും ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ തക്കതായിട്ടുള്ള ഒന്നിലേക്ക് നമ്മൾ വീണ്ടും പോകാതിരിക്കാം. ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ തന്നെ റിലേറ്റീവ്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടറായിരിക്കാം, നമ്മുടെ പാറ്റേൺ ആയിരിക്കാം. സോ ചിന്തിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കാം. അപ്പോൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് തെറ്റുകൾ പറ്റാം കേട്ടോ. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വീണ്ടും തെറ്റുകൾ പറ്റാം. തെറ്റുകളിൽ കൂടി നമ്മൾ പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എപ്പോഴും പെർഫെക്റ്റായിട്ട് ഞാൻ ഉണ്ടാവും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല, എനിക്ക് മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മളതിനെ അംഗീകരിക്കുക, അവിടെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ തിരിച്ചുവരവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിരിച്ചുവരവ് കണ്ടെത്തുക എന്നുള്ളത് എപ്പോഴും എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ മുന്നോട്ട് വരും, വീണ്ടും ഡൗൺ ആയി പോകും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, അയ്യോ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന്. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന എന്തിനാണ്, അല്ലെങ്കിൽ ഇന്നർ വർക്ക്, സ്പിരിച്വൽ വർക്ക്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാണ്, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനാണ്, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും നാളത്തെ നമ്മുടെ പാറ്റേൺ 1-2 ദിവസം അല്ലെങ്കിൽ 21 ദിവസം കൊണ്ട് പെട്ടെന്ന് മാറി വരാമെന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ? അല്ല. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റെപ്പിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് കൗൺസിലിങ്ങിൽ നമ്മൾ നെക്സ്റ്റ് സെഷൻ വേണമെന്നൊക്കെ പറയുന്നത്. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഈ പ്രശ്നങ്ങളെ നമ്മൾ പുതിയതായിട്ട് ഹീൽ ചെയ്യാനുള്ള ടെക്നിക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് സ്വയം ചെയ്യാൻ സാധിക്കും. അവനവനോടുകൂടി ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ സ്വയം അവനവനെ മാറ്റിയെടുക്കാൻ അവനവനെ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലാനർ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പ് പോലും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള സത്യം മനസ്സിലാക്കാം. എല്ലാം വലിയ ചിത്രം നോക്കിയിട്ട് എല്ലാം ഒറ്റയടിക്ക് കണ്ടെത്തണ്ട എന്ന് ഞാൻ പറഞ്ഞു. സമയം എടുത്തോട്ടെ, ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ പിന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ പൂർണ്ണമായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. പിന്നെ ഉള്ളിൽ നമുക്കൊരു ഫയർ വേണം, മുന്നോട്ട് പോകണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ ഒരു ഫയർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക്, ആ ഒരു അഗ്നി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.
നിരന്തരം നമ്മളെ തന്നെ നമ്മൾ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ചിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ എനിക്കിനി ഒന്നുമില്ല, അങ്ങനെയൊന്നും നമ്മൾ ഭയപ്പെട്ട് മാറിയിരിക്കേണ്ട ആൾക്കാരല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വിചാരിച്ച അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരും വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.